ബ്രോയ്ക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് ലൈക്ക് ഇതുപോലുള്ള ടീംസിൽ മെമ്പർ ആകണം അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ പാർട്ട് ആകണം തോന്നാനുള്ള ഒരു ഇതെന്താ? ഞാൻ 2021 ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. അന്ന് ഇത്ര ആൾക്കാരില്ലായിരുന്നു, കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു. അന്നാണെങ്കിലും ഇപ്പം ഞാൻ ആദ്യം വരുമ്പം നമ്മളൊരു വലിയൊരു കൺട്രിയിൽ വരുന്നു, ഒറ്റപ്പെട്ട ഒരു നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരുണ്ടെന്നുള്ളൊരു ലിറ്ററലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ ഏറ്റവും മനസ്സിലുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 2024 എനിക്കൊരു നീലൊരു സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ, ACL സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നോക്കിയതെല്ലാം എൻ്റെ ഹാമ ക്ലാസ്സിലെ കൂട്ടുകാരാണ്. അതും എല്ലാവരും ഓരോ ദിവസം പ്ലാൻ ചെയ്ത് 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടാണ് ഇവർ പോകുന്നത്. ഓരോരുത്തർക്കും എല്ലാ ദിവസവും വരാൻ പറ്റാത്തതുകൊണ്ട് അവർ പ്ലാൻഡായി മിനിമം 45 മിനിറ്റ്സ് ആണ് ഇവരെല്ലാവരും ട്രാവൽ ചെയ്തത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും ഒരു വലിയൊരു പാർട്ട്, എത്രയും ലവിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ എനിക്ക് കയറാൻ പറ്റിയത് തന്നെ. സോ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുന്നു, പഠിക്കുന്നു, പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നു, അതിനുപരി ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആകണം എന്നാണ് നിങ്ങളുടെ? തീർച്ചയായും. കാരണം ഇവരൊക്കെ മറ്റേ പാർട്ട് ടൈം 12 മണി 1 മണി വരെ ചെയ്തിട്ട് പിറ്റേസ് രാവിലെ 8:30 വരുന്നുണ്ട്. ഇവിടെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ €1 ഫൈനൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് അവർ ഷാർപ്പായിട്ട് 8:30 വെളുപ്പിനെ, അതും ഈ തണുപ്പത്ത്, ഇപ്പൊ തന്നെ ഷിവർ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ തണുപ്പത്ത് വരുന്നുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ഒരു ലവിങ് ഫാക്ടറും കൂടെ ഉണ്ട്, റാദർ ദാൻ ഫുട്ബോൾ. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെയും എല്ലാവരെയും പരസ്പര സ്നേഹത്തിന്റെയും കൂടെ ഒരു ഫാക്ടർ ഉണ്ട് ഒബ്വിയസ്ലി.